ആ തീരുമാനത്തെ പാലിച്ചുകൊണ്ട് ഞാൻ ഈ പള്ളിയിൽ നിന്ന് ജോലിയിൽ നിന്ന് പിരിയുകയാണ്. ഈ ജോലിയുടെ പിരിയുന്ന സമയത്ത് ഞാൻ മദ്രസ പഠിപ്പിക്കുന്ന കുട്ടികൾ രണ്ട് സങ്കടത്തോടുകൂടി പറഞ്ഞു, ഉസ്താദ് പോകുന്നതിൽ ഭയങ്കര വിഷമുണ്ട്. അതേ പ്രകാരം തന്നെ ഉസ്താദ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ മദ്രസയിൽ പഠിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞ വർത്താനം, ഇവിടെ എനിക്ക് പുറത്ത് കുറെ പള്ളികൾ കിട്ടും, ജോലി കിട്ടും, പക്ഷെ നിങ്ങൾക്ക് മദ്രസ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പള്ളി ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് മക്കാമ ഒന്നേ ഉള്ളൂ. അപ്പൊ ആ മദ്രസയും മക്ബറയും പള്ളിയും ഒക്കെ പരിപാലിക്കേണ്ടത്, അതിന്റെ ചുമതലകൾ നടക്കേണ്ടത് എല്ലാവരും കൂടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടായത്. ഇവിടെ ഈ ഞാൻ എന്ന വ്യക്തി ഇത്രയും കാലം ജോലി ചെയ്യുന്നതിനിടയിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സ്ത്രീ വിഷയമോ മദ്രസ കുട്ടികൾ ഉപദേശിക്കുന്ന വിഷയമോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഒരു മര്യാദപരമായിട്ടുള്ള രൂപത്തിൽ എന്നോട് വന്ന് പറയണം ഉസ്താദ് അവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും, കടിച്ചു തൂങ്ങൂല. നിലവിൽ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും എന്നോട് പറഞ്ഞു ഉസ്താദ് അവിടുന്ന് പോകരുത്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം, ഉസ്താദിന് കുത്തുപോകണോ, ആരും അവിടെ കയറാതെ ഞങ്ങൾ കുത്തുപോലിക്കാന്ന് പറഞ്ഞു. ഇവിടെ നിയമപരമായിട്ട് ഒരു നോട്ടീസ് പീരീഡ് പറഞ്ഞ സാധനം 30 ദിവസം ഒരു ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട്. 30 ദിവസം വരെ ഒരു പുതിയ ജോലി കണ്ടെത്താനുള്ള ആളുകളോട് യാത്ര പറയാനുള്ള അവസരമുണ്ട്. എനിക്ക് അങ്ങനെ ഞങ്ങൾ ചെയ്തു തരണം, നിയമപരമായിട്ട് നിങ്ങളൊന്ന് വെച്ചു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അതേ പ്രകാരം തന്നെ ഇവിടെ നിന്ന് ഈ മഹലിൽ ഒരാൾക്കെങ്കിലും ഈ ഉസ്താദോട് നിൽക്കണമെന്ന രൂപത്തിൽ അപ്പോൾ ഒരു പെറ്റീഷൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ആ ഉസ്താദ് നിൽക്കണോ വേണ്ടി തീരുമാനിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നിയമപരമായിട്ടും അല്ലാതെയും ഏത് രൂപത്തിൽ ഉസ്താദിനെ സഹായിക്കാമെന്ന് പറഞ്ഞു വന്നിട്ടും ഞാൻ പറഞ്ഞു ഞാനിവിടെ നിൽക്കില്ല, ഈ വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ഞാനിവിടെ തട്ടിയില്ല, ഞാൻ പോകും. കാരണം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ മഹലിൽ 2 തട്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്നേഹിച്ചവരാ നിങ്ങൾ, എന്നെ സഹായിച്ചവരാ നിങ്ങൾ, എനിക്ക് എല്ലാ സഹകരണങ്ങളും നൽകിയവരെ. ഞാൻ പോകുന്നതിനുള്ള കാരണം ഈ പള്ളിയിൽ വെച്ചെങ്കിലും പറയാനുള്ള അവസരം നൽകിയെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകുന്നതായിരുന്നില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെണ്ണ് കേസോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുട്ടികൾ ഉപദ്രവിക്കലോ സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ തൃപ്തിയോടുകൂടി പോകും. ഇവിടെ ഒരു മുതിർന്നവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിന്റെ രീതിയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളാണ്, നമ്മുടെ കുടുംബം വിഷമിക്കാൻ നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മൾ ഒരുപാട് വിഷമങ്ങൾ നമ്മുടെ ഉള്ളിലിങ്ങനെ ഒളിപ്പിച്ചു വെക്കും. നോക്കണം, ഈ ഒരു വിഷയം എന്റെ വാപ്പാക്ക് വിളിച്ചു പറയാൻ, എന്റെ വാപ്പാക്ക് വിളിച്ചു പറയാൻ, ആ വിഷയത്തിന്റെ ഉമ്മ കേൾക്കാൻ 4-5 ദിവസമായിട്ട് എന്റെ ഉമ്മ ഉറങ്ങിയിട്ടില്ല, എന്റെ ഉമ്മ ഉറങ്ങിയിട്ടില്ല. ആ വീട്ടിൽ ഞാൻ കയറി ചെല്ലും മരിച്ച വീട്ടിലേക്ക് ചെല്ലുന്ന പ്രതീതിയ. എന്തിനാ സുഹൃത്തുക്കൾ, എനിക്ക് 30 വയസ്സുണ്ട്, ഞാൻ എന്നെ ഇവിടെ വാപ്പ കൊണ്ടുവന്ന് സ്കൂളിൽ ചേർക്കുന്ന പോലെ ചേർത്തിയതല്ല. എന്നെ ഈ മഹലിൽ സാഹിബ് സെക്രട്ടറിയായിരുന്നു, ഇനി ഹാസുദ്ദീന്റെ പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്ന കാര്യം വരുന്നത്. എന്റെ ഉപ്പ എന്നെ കൊണ്ടൊന്നും ചേർത്തിയതല്ല. പിന്നെ എന്തിനാണ് ഞാൻ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം, അതല്ലെങ്കിൽ എന്നെ ഇവിടെ നിന്ന് തിരിച്ചു വിളിക്കണം, എന്റെ കുറ്റങ്ങളും നിങ്ങളുടെ മകൻ ക്വാളിറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഉപ്പ വിളിച്ചു പറഞ്ഞ എത്ര തെമ്മാടിയ മോനാണെങ്കിൽ ആ ഉപ്പ വിളിച്ചു പറഞ്ഞാൽ ആ ഉമ്മനെ കേട്ടി കഴിഞ്ഞാൽ എത്ര വിഷമിക്കും, എത്ര സങ്കടപ്പെടും. ആലോചിച്ച് നോക്കി. അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? എന്നോടൊന്ന് പോകാൻ പറഞ്ഞാൽ ഞാൻ പോകും. ഇവിടെ പിടിച്ചു നിർത്താൻ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ തയ്യാറായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാനോടൊന്ന് പോകും. നിങ്ങളുടെ മഹല്ല, ഈ മഹലിൽ നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ ഏത് സ്ഥാനിക്കണം ഏത് സ്ഥാനിക്കണ്ട. ഇനിയിപ്പോ നിങ്ങൾ ആരെന്ന് പറഞ്ഞാലും ഞാനിവിടെ നിശ്ചാത പോകും. പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഉസ്താദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 വർഷം 12 വർഷമൊക്കെ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോ ദീനിന് അടുത്ത ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങാൻ ഒരു തെറ്റ് കണ്ടാൽ ആ തെറ്റെന്താണെന്ന് കാണിച്ചു കൊടുക്കൽ ഉസ്താദിന്റെ കടമയാണ്. ഇവിടെ മുന്നേ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. അതിനുശേഷം മുസ്തഫലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റേതായ നിലപാടുകളും വ്യക്തിത്വവും ഞാൻ അവിടെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇവിടെ ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം കമ്മിറ്റിയിൽ നിന്ന് പള്ളി മദ്രസയിലേക്ക് ഒരംഗത്തെ തെരഞ്ഞെടുക്കണം, മദ്രസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാൻ. അപ്പൊ ആ തെരഞ്ഞെടുപ്പിൽ അതിനൊരു സുതാര്യത നഷ്ടപ്പെട്ടപ്പോൾ നീതിയുക്തമല്ലാത്തൊരു തെരഞ്ഞെടുപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഇടപെട്ടു. ഇങ്ങനെ ഒരു ആരോപണം കൊണ്ട് ഒരാളെ മോശപ്പെടുത്താൻ പാടില്ല, ഒരു മോശപ്പെട്ട് ചിത്രീകരിച്ച് അയാളുടെ സ്ഥാനം മാറാൻ കഴിയുന്നില്ല. എന്നെ കുറിച്ച് തെറ്റായ കാര്യം എന്റെ കുടുംബത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മക്കളെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിലേക്ക് വിലയില്ല. ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് ഒരാളെ ആക്ഷേപിക്കരുത്. ഇങ്ങനെയുള്ള തെറ്റ് ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ എന്നെ പറഞ്ഞു വിടുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു നിസ്സാരമായ കമ്മിറ്റിയുടെ ഉള്ളിൽ തന്നെ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഒരു സ്ഥാന പള്ളിയിൽ നിന്ന് രാത്രി തന്നെ പെട്ടിയെടുത്ത് പോകണം എന്ന് പറയുന്നത് ഏത് ന്യായമാണെന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. ഈ ഒരു വിഷയം നിങ്ങളെ ധരിപ്പിക്കാനുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ എനിക്കിവിടെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ പോയി കൂടിയിരിക്കുന്ന പല ആളുകൾക്കും സത്യം എന്താണെന്ന് അറിയില്ല. ഇവരൊക്കെ ഞാൻ പോകുമ്പോൾ ഇനി എന്നെ വേറെ രൂപത്തിൽ
പലതും പറയും. ഇപ്പൊ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, സാമ്പത്തികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എന്റെ പോക്കറ്റ് നിറയ്ക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന ആരോപണം ഇപ്പൊ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ഒരു വർഷമായിട്ട് എന്റെ വീടിന് ഞാൻ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തിന് തീര് നടത്താൻ വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ കൊടുക്കാത്തതിന്റെ പേരിൽ ആ തീര് നടക്കാതിരിക്കെ ഇവിടെ ഒരുപാട് സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആളുകളുണ്ട്. ആശിമാരി മണവാട്ടി അടക്കം, ഒരീൻ അൻസാരി അടക്കം, ഷിജാസ് അടക്കം ഒരുപാട് ആൾക്കാരുണ്ട്. ഒരാളോടെങ്കിലും ഈ വിഷയം ഞാൻ ഓർമ്മപ്പെട്ടിരുന്നു നിങ്ങൾ ചോദിക്കണം. അങ്ങനെ സാമ്പത്തികമായ ആരോപണം വരെ ഉന്നയിച്ചുകൊണ്ട് ഒരാളിങ്ങനെ കരിവാരി തേച്ചുകൊണ്ട് പറഞ്ഞയക്കുമ്പോ ഇനിയൊരു ഉസ്താദ് ഈ പണിയിലിരിക്കുന്ന സമയത്ത് ആ ഉസ്താദിനെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ സംസാരിച്ചത്. ഒരുപക്ഷെ ഇതിന്റെ പേരിൽ എനിക്ക് മറ്റു മാലകളൊന്നും ജോലി കിട്ടിയെന്ന് വരില്ല, ശരി, സമ്മതിച്ചു. എങ്കിലും ഈ ഒരു തെറ്റിനെ തെറ്റായിട്ട് തന്നെ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ ദീനിയായ കാര്യങ്ങൾ ലഭിച്ചവരാണ്, ദീനിൽ വിശ്വസിക്കുന്നവരാണ്, ദീനനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ ആ ദീനെ മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. അതുകൊണ്ട് എന്റെ വാക്കിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും മോശമോ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ടു തരണമെന്നും എന്റെ കുടുംബത്തിനും എനിക്കും വേണ്ടി ദ്വാ ചെയ്യണമെന്നും എന്റെ മക്കൾ പട്ടിയാവാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്.